ഹായ് ഓൾ, നമ്മൾ കൂടെ എന്നുള്ളത് സൈഫോസ് ക്ലിനിക്കിലെ ഡയറക്ടറും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ അസ്ലം സാറാണ്. ഹായ് സർ. ഹലോ. ഞാനൊരു ജെൻസി ജനറേഷനിൽ പെട്ട ആളാണ്. അപ്പം ഇപ്പൊ ഞങ്ങളെ ഒരു കാലഘട്ടത്തിൽ ഈ മെന്റൽ സ്ട്രഗിൾസ് കൂടുതലായിട്ട് വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? അതായത് ജെൻസി ജനറേഷനിൽ മെന്റൽ സ്ട്രെസ് കൂടുതലാണ് എന്ന് ചോദിച്ചാൽ അവർ ജീവിക്കുന്ന എൻവയറമെന്റ് മാറിയിട്ടുണ്ട്. അവർ ഹൈലി സ്ട്രെസ് ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ജീവിക്കുന്നത്. ഇപ്പോൾ അവർ ഫിനാൻഷ്യലി ആണെങ്കിലും അല്ലെങ്കിൽ അവർ ഇമോഷണലി ആണെങ്കിലും പെട്ടെന്ന് അവർ പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു ഡിമാൻഡിങ് അവരുടെ മേലിൽ വരുന്നുണ്ട്. ഇതൊരു റീസണാണ്. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ അവർ മെന്റൽ ഹെൽത്ത് ക്രൈസിസിനെ കുറിച്ച് വളരെ അവെയറാണ്. ഇപ്പോൾ പണ്ടത്തെ ആളുകൾക്ക് ചിലപ്പോൾ ഡിപ്രഷനാണ്, ആങ്സൈറ്റി ആണെന്നൊക്കെ പറയാൻ മടിയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് തന്നെ സിംറ്റംസ് ഒന്നും മനസ്സിലാക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു സ്റ്റിഗ്മ ഒക്കെ കുറേ അവർക്ക് പോയി. ഇവർക്കിത് മനസ്സിലാവുന്നുണ്ട്, ആങ്സൈറ്റി എന്താ, ഡിപ്രഷൻ എന്താ. അവർ കുറച്ചും കൂടെ ഓപ്പൺ അപ്പ് ആവുന്നുണ്ട്. അങ്ങനെ ഓപ്പൺ അപ്പ് ആവുന്നതുകൊണ്ടാണ് അവരിൽ കുറച്ചും കൂടെ പ്രകടമായിട്ട് അത് കാണുന്നത്. അതിനർത്ഥം പണ്ടത്തെ ആളുകൾക്ക് ഇല്ല, ഇപ്പോഴത്തെ ആളുകൾക്ക് ഉണ്ട് എന്നുള്ളതല്ല. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം ഇപ്പൊ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ കൂടുതലായിട്ട് ബാധിക്കുന്നുണ്ടോ? അത് സാറിന്റെ അത് ഒപ്പീനിയൻ? ഒരു വലിയ ചോദ്യമാണ്. അല്ല, ചോദ്യം ചെറുതാണെങ്കിലും ഉത്തരത്തിന് പല ഡയമെൻഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ അതിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മളെ കോഗ്നിറ്റീവ് ലോഡ് കൂടും. അറ്റൻഷനും കോൺസെൻട്രേഷനും ഒക്കെ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. രണ്ട്, ഞാൻ അതിന് വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴും വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കമ്പാരിസൺ ട്രാപ്പ് വരും. നമ്മൾ നിരന്തരം സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുമ്പോൾ എല്ലാവരും അവരുടെ അച്ചീവ്മെൻറ്റ്സ് അതിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അത്ര ഇല്ല എന്നുള്ളൊരു തോന്നൽ നമ്മൾ ഉള്ളിലുണ്ടാവും. അപ്പോൾ സബ് കോൺഷ്യസ് ആയിട്ട് നമ്മൾ ശ്രമിക്കുക എന്തിനാ, ആ രീതിയിൽ പ്രൂവ് ചെയ്യാനാണ്. നമ്മൾ ഗോളിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ച് സഞ്ചരിച്ച് നമുക്ക് ആവശ്യമില്ലാത്ത പല സംഗതികളും നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ പല ഡയമെൻഷൻസിൽ നോക്കുമ്പോഴും സോഷ്യൽ മീഡിയ നമുക്ക് മെൻ്റൽ ഹെൽത്തിന് ദോഷമായിട്ട് വരുന്നുണ്ട്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഹെൽത്തി ആയിട്ട് വളരെ ലെസ്സായിട്ട് സോഷ്യൽ മീഡിയ കൺസ്യൂം ചെയ്യാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഒരിക്കലും സോഷ്യൽ മീഡിയ അവോയ്ഡ് ചെയ്തിട്ട് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ എത്രയും ലെസ്സായിട്ട് സോഷ്യൽ മീഡിയ കൺസ്യൂം ചെയ്യുന്നു അത്രത്തോളം നമ്മൾ മെൻ്റൽ ഹെൽത്ത് ബെറ്റർ ആവും. ഇപ്പൊ നമുക്ക് ലെസ്സായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാന്ന് പറയുന്നുണ്ട്. അതിന് സാറിന് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ടിപ്സ് എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടോ? ഒരു ഉദാഹരണത്തിന്, നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അറ്റൻഷൻ ഡ്രിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നാൽ ഈസിലി സ്ക്രോൾ ചെയ്ത് നോക്കുക, ഇതൊക്കെ മാറ്റിയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ എപ്പോഴാണോ യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി വേണം. അതായത് അതിന് സ്പെസിഫിക് ടൈം വേണം. ഞാൻ ഏതൊക്കെ ആപ്പാണ് യൂസ് ചെയ്യേണ്ടത്, അതെൻ്റെ ലൈഫിനായിട്ട് എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ളൊരു പ്ലാനോട് കൂടിയിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിന് കൺട്രോൾഡ് ആയിട്ടാണ് യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നമ്മൾ യൂസ് ചെയ്യും, അതിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങും. സിനിമാ ലോകത്തെ മദ്യപാനവും മറ്റു ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ഇപ്പോൾ നമ്മൾ ഈ ജനറേഷനിലുള്ള ആൾക്കാരെ കൂടുതലായിട്ട് ബാധിക്കുന്നുണ്ടോ? അതിന്റെ സാർ ഒപ്പീനിയൻ? അത് ഈ ജനറേഷൻ എന്നല്ല, എപ്പോഴും ഈ ഫിലിമും കാര്യങ്ങളൊക്കെ അതിൽ ഗ്ലോറിഫൈ ചെയ്യുന്ന സബ്സ്റ്റൻസ് അബ്യൂസ് ആണെങ്കിലും എല്ലാം ആളുകളെ എഫക്റ്റ് ചെയ്യും. ഒരു സൈക്കോളജിയിലൊരു ലേണിംഗ് തിയറി ഉണ്ട്, അതായത് ഒബ്സർവേഷൻ ലേണിംഗ്. നമ്മൾ എന്താണോ കാണുന്നത് അത് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്ത് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റാർ, ഇപ്പോൾ ഏതെങ്കിലും ഒരു നടൻ, ആ നടൻ ഒരു ബ്രേക്കപ്പിലൂടെയോ അല്ലെങ്കിൽ മറ്റൊരു ഇഷ്യൂയിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് അയാൾ മദ്യപിക്കുന്നു, അയാൾ സിഗരറ്റ് വലിക്കുന്നു, ഇത് നിങ്ങളെ മൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുപോലെ തന്നെ ഇവർ എങ്ങനെയാണോ ഈ സിനിമയിൽ നെഗറ്റിവിറ്റിനെ പിന്നെ സാധനം വെച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ട്രോമനെ ഈ ഒരു മദ്യമോ അല്ലെങ്കിൽ മറ്റു ലഹരി വെച്ചിട്ട് കോപ്പപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ഇതും ഒരു മെത്തേഡായിട്ട് നമ്മളെ മനസ്സിൽ കിടക്കും. ഇതൊരു വഴിയാണ്. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മസ്കുലിനിറ്റി, ഒരു പൗരുഷം എന്ന് പറയുന്ന സംഗതി കാണിക്കുന്നത് ഒരു ഫൈറ്റ് സീനിലൊക്കെ അവർ സിഗരറ്റൊക്കെ വലിച്ചിട്ട് ആണ് കാണിക്കുന്നതെങ്കിൽ ഇത് പൗരുഷമായിട്ട് ആളുകൾ റിലേറ്റ് ചെയ്യും. എസ്പെഷ്യലി ഒരു ടീനേജിലുള്ള ആളുകളൊക്കെയാണ് ഇത് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദാമ്പത്യ ജീവിതത്തിൽ പരിഹരിക്കപ്പെടാത്ത കുറെ പ്രശ്നങ്ങളുണ്ട്. അത് ഒരാളുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും, അല്ലെങ്കിൽ അത് അയാളെ എഫക്ട് ചെയ്യുന്ന സാറിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒബ്വിയസ്ലി അത് അയാളെ എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഒരു ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഇഷ്യൂവിൽ അൺറിസോൾവ്ഡ് ആയിട്ടുള്ള കുറേ കോൺഫ്ലിക്ട്സ് ഉണ്ട്. ഒരിക്കലും ഇവർ രണ്ടുപേരും ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ഒരു അൺസർട്ടനിറ്റി ഉണ്ടാവും, ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടാവും. ഈ അനിശ്ചിതാവസ്ഥ അവരെ മെൻ്റലി അവർക്ക് എപ്പോഴും കുറേ കാലമായിട്ട് ഒരു ക്രോണിക് ആയിട്ടുള്ള ഡിസ്ട്രെസ്സാണ് അവർക്ക് സമ്മാനിക്കുന്നത്. ഇത് പലപ്പോഴും ലേറ്റർ ഓൺ അവർ ഇറിറ്റബിലിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ആയിട്ടും ഡിപ്രഷനായിട്ടൊക്കെ വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ അവരുടെ ഉള്ളിൽ പരിഹരിക്കപ്പെടാത്ത ഇഷ്യൂസ് എന്തായാലും മെൻ്റൽ ഹെൽത്ത് ക്രൈസിസിലേക്ക് ലീഡ് ചെയ്യും എന്നുള്ളത് ഒബ്വിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പൊ ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങൾ അവരുടെ കുട്ടികളെയും ബാധിക്കാൻ ചാൻസ് ഉണ്ടോ? അതെ, മെൻ്റൽ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ അവരുടെ പാരൻറ്റിങ് മോശമായിരിക്കും. ഒരു അമ്മക്കും അച്ഛനും അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് തന്നെ സോൾവ് ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഒരു ബെറ്റർ ആയിട്ടുള്ള പാരൻ്റ് ആവാൻ കഴിയുക?
നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഡിപ്രഷൻ എന്നുള്ളത്. അത് ശരിക്കും സത്യത്തിൽ ഡിപ്രഷൻ തന്നെയാണോ, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള വഴികൾ എന്തൊക്കെയാണ്, മാർഗങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യും? ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു സാഹചര്യത്തിന്റെ പേരിൽ ഒരാൾ ഡൗൺ ആയി, നമ്മൾ എന്താ പറയാ, നമുക്ക് ഡിപ്രഷനാണ്. അങ്ങനെ സാഹചര്യത്തിന്റെ പേരിൽ ഡൗൺ ആവുന്നതല്ല ആക്ച്വലി ഡിപ്രഷൻ. അതിനൊരു സെറ്റ് ഓഫ് സിംറ്റംസ് ഉണ്ട്. അത് മിനിമം ഒരു 2 ആഴ്ചയെങ്കിലും നിന്നാലേ നമുക്ക് ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഭയങ്കര ലോ ആയിട്ട് ഫീൽ ചെയ്യുക, സങ്കടമായിട്ട് ഫീൽ ചെയ്യുക, ഹോപ്പ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യുക, വർത്ത്ലെസ്, എന്നെ കൊണ്ടൊന്നും പറ്റില്ല തോന്നുക, ഭയങ്കര നിസ്സഹായാവസ്ഥ, ഹെൽപ്ലെസ് ആയിട്ട് തോന്നുക, പണ്ട് സന്തോഷം കണ്ടെത്തിയിരുന്ന കാര്യങ്ങൾ സന്തോഷം കണ്ടെത്താതിരിക്കുക, പിന്നെ അവരെ അറ്റൻഷനും കോൺസെൻട്രേഷനൊക്കെ തുടങ്ങി കുറച്ച് സിംറ്റംസ് ഉണ്ട്. ഇത് ഒരു 2 ആഴ്ച തുടർച്ചയായിട്ട് നിന്നാലേ നമുക്ക് ഡിപ്രഷൻ ആണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ, ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇത് വന്നു കഴിഞ്ഞാൽ ഒരു മൈൽഡ് ടു മോഡറേറ്റ് ഡിപ്രഷനൊക്കെ ആണെങ്കിൽ നമുക്ക് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലുള്ള CBT എന്ന് പറയുന്ന തെറാപ്പിയൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ കുറച്ചും കൂടി സിവിയർ ആണെങ്കിൽ നമ്മളതിന് മെഡിസിൻസ് കൂടെ ആഡ് ചെയ്യേണ്ടി വരും. ഇതാണ് പിന്നെ ടെക്നിക്കലി അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഡിപ്രഷനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും. പിന്നെ അത് നിങ്ങൾ പറഞ്ഞ പോലെ ഇത് ഭയങ്കര കോമൺ ആയിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ചെറിയൊരു മൂഡ് ഇഷ്യൂ വന്നാൽ, അതല്ലെങ്കിൽ ഫ്രണ്ട്സിനായിട്ട് ചെറിയ പ്രശ്നം വന്നാൽ എപ്പോഴും എനിക്ക് ഡിപ്രഷനാണെന്ന് പറയുന്നത് അത്ര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന, അതിൽ ഫ്രേസിന് വ്യത്യാസമുണ്ട്. അതായത് ഞാൻ ഡിപ്രസ്ഡ് ആണെന്ന് പറയുന്നതും എനിക്ക് ഡിപ്രഷൻ ആണെന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഇത്രയും നേരം ജിയോപോഡിന്റെ കൂടെ ഉണ്ടായിരുന്ന ഇത്രയും നമുക്ക് നല്ല ഇൻഫർമേഷൻസ് പാസ് ചെയ്ത സാറിന് താങ്ക് യു. താങ്ക് യു സോ മച്ച്.